മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ സ്ഥലം മാറ്റത്തിൽ സർക്കാരിന് ആശ്വാസം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്റ്റേ ഹൈക്കോടതി നീക്കി. ഡോക്ടർമാരുടെ സ്ഥലം മാറ്റം സർക്കാരിന്റെ അധികാരമാണ് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സ്ഥലം മാറ്റം മൂലം ജീവനക്കാരോ കുടുംബത്തിനോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിൽ ഇടപെടാനുള്ള കാരണമല്ല. പൊതുസ്ഥലം മാറ്റ നടപടികൾ പൂർത്തിയായിട്ടില്ല എന്നത് പ്രമോഷനും സ്ഥലം മാറ്റവും ചോദ്യം ചെയ്യാനുള്ള അടിസ്ഥാനമല്ല എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. എം ജി പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. എം ജി പ്രതീഷ്, വലിയ ആശ്വാസമാണ് ആരോഗ്യവകുപ്പിനടക്കം ഉണ്ടാക്കുന്നത്. കോടതി സ്റ്റേ നീക്കിയിരിക്കുന്നു. മാധു, തീർച്ചയായും ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ സ്ഥാനമാറ്റത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ സ്ഥലം മാറ്റത്തിലും സർക്കാരിന് ആശ്വാസമായി ഹൈക്കോടതി വിധി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സംസ്ഥാനത്തെ 7 മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽമാരെയാണ് സർക്കാർ സ്ഥലം മാറ്റിയത്. ജൂൺ 1-നായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവിറക്കിയത്. പിന്നീട് ഈ പ്രിൻസിപ്പൽമാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. തുടർന്നാണ് ആ വിധി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആ ഉത്തരവ് സ്റ്റേ ചെയ്തത്. ഇതിന് പിന്നാലെ വലിയ പ്രതിസന്ധി സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിരുന്നു. കാരണം റിലീവായ പ്രിൻസിപ്പൽമാർക്ക് പുതിയ മെഡിക്കൽ കോളേജുകളിൽ ചുമതല ഏൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഭരണ പ്രതിസന്ധി ഉൾപ്പെടെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ഹൈക്കോടതി നീക്കിയിരിക്കുന്നത്. ഇതിൽ ചില നിരീക്ഷണങ്ങൾ കൂടി ഹൈക്കോടതി പറയുന്നുണ്ട്. ഡോക്ടർമാരുടെ സ്ഥലമാറ്റം സർക്കാരിന്റെ അധികാരമാണ് എന്നതാണ് സുപ്രധാനമായ നിരീക്ഷണം. ഭരണനിർവഹണത്തിന് ഡോക്ടർമാരെ എവിടെ നിയമിക്കണമെന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടത് എന്നുകൂടി പറയുന്നുണ്ട്. പൊതുസ്ഥലമാറ്റം പൂർത്തിയായിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ സ്ഥലമാറ്റം നിയമപരമല്ല എന്നുമായിരുന്നു പ്രധാനമായും ഡോക്ടർമാർ ചൂണ്ടിക്കാണിച്ച കാര്യം. പക്ഷേ ആ വാദങ്ങൾ ഉൾപ്പെടെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പ്രിൻസിപ്പൽമാരുടെ സ്ഥലമാറ്റം സ്റ്റേ ചെയ്ത ട്രൈബ്യൂണൽ വിധി ഇപ്പോൾ ഹൈക്കോടതി നീക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയ പ്രിൻസിപ്പൽമാർക്ക് പുതിയ ഇടങ്ങളിൽ ചുമതല ഏൽക്കാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം നിലവിലുള്ള ഈ ഭരണ പ്രതിസന്ധി ഉൾപ്പെടെ നീങ്ങുന്നു. താൽക്കാലിക ജീവനക്കാർക്ക് ഉൾപ്പെടെ ശമ്പളം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഈ പ്രതിസന്ധിയൊക്കെ തന്നെ ഈ തീരുമാനത്തിലൂടെ മാറുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.